എന്തിട്ട് പരിപാടി മക്കളെ. 2 ദിവസത്തെ റെസ്റ്റ് എടുക്കലിന് ശേഷം നമ്മൾ വീണ്ടും കളത്തിലേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ എന്താണ്ടാവുന്ന കണ്ടറിയേണ്ടി വരും. എനർജി കൊണ്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ തനി കൊണാണ്ട് എടുക്കും. അപ്പോൾ പിന്നെ ഒരാൾക്കും പിടിച്ചാൽ കിട്ടില്ല. പോകും കഴിക്കാൻ ഒരു ചായ കുടിച്ചിട്ടുണ്ട് പരിപാടി തുടങ്ങാൻ വെച്ചിട്ട് ചായക്കടയ്ക്ക് പോയി പ്ലാൻ വിളിക്കാൻ ഒടുക്കത്ത അഹങ്കാരം. എന്താ ചെയ്യുക, ഒരു ചായ ചോദിച്ചപ്പോൾ ഇവിടെ കാണണം. എന്താ ചെയ്യുക, അങ്ങനെ 10 മിനിറ്റ് പോസ്റ്റ് ആയപ്പോൾ അവിടെ ഇരിക്കണ നേരത്തെ വെച്ച് കഴിഞ്ഞാൽ നല്ല വറുത്ത കോയിരം വേണം. നോക്കുമ്പോൾ പോണു 10 കോയിനായിട്ട് ഇയാൾ കൊണ്ടുപോകണേ. ഇയാൾക്ക് നല്ല കുശാലം കൊണ്ടിട്ടാ നമ്മളാച്ച പാവം. അപ്പോഴേക്കും ചായ എത്തിയപ്പോൾ ചൂട് ചായയും കുടിച്ചിട്ട് അവിടെ ഇരിക്കുക. ഈ തൊണ്ടവേദനയുള്ള നേരത്തെ ഒരു ചായ കുടിച്ച് കിട്ടാൻ കഴിഞ്ഞാൽ സുഖമുണ്ടല്ലോ മോനെ. ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ ഈ പാട്ടപ്പറക്കുകൾ വേസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പാത്രത്തിൽ നിറച്ച് വേസ്റ്റ് ഇട്ടിട്ട് അതേപോലെ ഇവിടുത്തെ ആൾക്കാർ വണ്ടിയിൽ ആൾക്കാരെ കൊണ്ടുപോകുക. അവിടെ നിന്ന് വിട്ടു നേരെ കാട്ടിക്കെത്തി നേരെ പോടുക. പെട്ടു. എന്താ ചെയ്യുക. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ദായി എടുക്കണം ആനപ്പിണ്ടം. ഫ്രഷ് ആനപ്പിണ്ടം കേട്ടോ. നോക്കി ആന പക്ഷേ ഉണങ്ങിയ പട്ടയ നിന്നതുകൊണ്ട് പിണ്ടം ചെറുതായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അല്ലാണ്ട് ഫ്രഷ് അല്ലാത്തതിൻ്റെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ആനപ്പിണ്ടം കണ്ടുള്ള ധൈര്യം വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പേട്ട തുടങ്ങി. നോക്കുമ്പോൾ കാട്ടുവാസിയിൽ പെണ്ണുങ്ങളവർ എന്നെ കണ്ടിട്ട് പേടിച്ചിട്ട് പോകണം. നോക്കി കാട്ടിലെ ദേവതമാരാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ കിഴക്കുംപടം എന്ന അതിമനോഹരമായ ഗ്രാമത്തിലെത്തി. ടൂട്ടു ഒരു ടൂട്ടുമില്ല മക്കളെ. നല്ല വെയിലാ. ചൂട്ട് പുള്ളി വേണ്ടി ചാവറായിട്ടുണ്ട്. പക്ഷേ ഗ്രാമത്തിലെ കാഴ്ചകൾ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ നേരെ പോയി നമ്മൾ പൂരി കഴിക്കാനാ. പൂരി പറഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഇയാൾ കറിക്ക് മാത്രം പാത്രമുണ്ട്, പൂരിക്ക് പാത്രമില്ല. കട്ട്ലാസിൽ ചുറ്റി തന്നു കൊടുക്കുക. എന്താ കഥ എന്നറിയില്ല. ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ്. നോക്കുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ. അപ്പോൾ ഒരു സമാധാനമായി. പിന്നെ ഇവരോട് തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ. കിട്ടിയിട്ട് വാങ്ങിച്ചിട്ട് കഴിക്കുക, വേറെ പാകമൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി വഴിക്ക് നോക്കുമ്പോൾ ഗുവാഹട്ടിക്ക് ഇതേ കണ്ടു 300 കിലോമീറ്റർ. മനസ്സിൽ തുഞ്ഞു ഗുവാഹട്ടി വരെ എത്തണ്ടേ. അങ്ങനെ പിന്നെ അവിടെ നിന്നുള്ള റോഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പറയണ്ട. നല്ല പേട്ടപ്പുറം റോഡ്. എന്ത് പെടപടച്ചു പോകാറിയോ. ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ ചുറ്റുമുള്ളത് ഒന്നും കാണാൻ പറ്റില്ല വീണ്ടും. അങ്ങനെ ഇത്ര നേരം കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് പോകാൻ മാത്രമല്ല, ബാക്കിയൊന്നും സീനില്ല. ഞാൻ കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് തള്ളിയതാ. എന്താ ചെയ്യുക, അവിടെ നിന്നാണ്ട് വിട്ടു. പിന്നെ നോക്കുമ്പോൾ ഉച്ചയായപ്പോൾ പിന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലം പിടിക്കണ്ടേ. ഈ പാടത്തന്നെ നടുക്കില്ല വെച്ചാൽ ആകെ ഒരു കടയുള്ള. ഒന്നും നോക്കിയില്ല, നേരെ കയറി. നല്ല ഷീറ്റൊക്കെ ഇട്ടിട്ട് നല്ല വറുത്ത മീൻ പൊള്ളിക്കണ പോലെ അതിൻ്റെ ഉള്ള ഒരു 1/2 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യുക. ഫാനും കൂടി ഇട്ട് കഴിഞ്ഞാൽ പറയും വേണ്ട, ചത്തു മനുഷ്യൻ. അങ്ങനെ പോയിട്ടൊരു ചൂണൊക്കെ കഴിച്ചു. എന്നിട്ട് അവിടെ നിന്ന് പോകാൻ വിചാരിച്ചു നിൽക്കുമ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാനേ പറ്റുന്നില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നു. അപ്പം ആൾ പറഞ്ഞു, മോനെ നീ അവിടെ കിടന്നു പറഞ്ഞു. അവിടെ കിടന്നു പറയുമ്പോൾ അയാളെ ഫാനായിട്ടു ചത്തു. ഞാൻ 4 മണി വരെ കഷ്ടപ്പെട്ടിട്ട് കിടന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴാണ് ടച്ചിങ്സ് മാത്രം കൊണ്ടുപോകണ വണ്ടി. ഒരു വണ്ടി നിറച്ച് മൊത്തം അച്ചാറ്. അയാളോട് ചോദിച്ചു ഇതിനൊക്കെ എത്ര വില എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു നീ വേണമെങ്കിൽ വാങ്ങിച്ചോ, വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറയാം. അപ്പോൾ ആളെടുത്ത് ഒഴുകി 2 പെഗ് തരാമെന്നൊക്കെ പോടെ അവിടെ നിന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ഓടി രക്ഷപ്പെട്ട് നേരെ പെട്രോൾ പമ്പിക്കുക. അത് പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ സ്വന്തം സ്ഥലമാണ്. നേരെ ടെൻ്റ് അടിച്ചു കിടന്നുറങ്ങുക. അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യുക.